നമ്മൾ സാധാരണ സംസാര ഭാഷയിൽ പറയുന്നൊരു വാക്കാണല്ലോ, അത് കുഴപ്പമില്ല. ഇതിനെ ഏത് രീതിയിലാണ് ഹിന്ദിയിൽ പറയുക എന്ന് നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും. ഞാനത് പറയാം, കോയ് ബാത്ത് നഹി എന്ന്. ഇതിനൊരു 3 സിറ്റുവേഷനാണ് ഇവിടെ പറയുന്നത്. കോയ് ബാത്ത് നഹി. ഒന്നെന്താണെന്നറിയാമോ? ഒരാൾ നിങ്ങളോട് ടെൻഷൻ അടിച്ചുകൊണ്ട് ഒരസുഖത്തിൻ്റെ കാര്യം, അല്ല അദ്ദേഹത്തിൻ്റെ പ്രൊജക്റ്റിൻ്റെ കാര്യം, എന്തെങ്കിലും ഒരു വിഷമം പറയുമ്പോൾ കോയ് ബാത്ത് നഹി പറയാം, അത് സാരമില്ല എന്ന് പറയാം. വേറെ ഒരാൾ നിങ്ങളോട് സോറി പറഞ്ഞു, അതായത് നിങ്ങളുടെ കൈ തട്ടി അയാളുടെ മൊബൈലിൽ നിന്ന് വീണുപോയി, അയാളുടെ മൊബൈലിൽ നിങ്ങളുടെ കൈ തട്ടി വീണു. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് എന്ത് പറയും? സോറി സാർ, സോറി. അപ്പോൾ അദ്ദേഹം എന്താണ് പറയുക? അദ്ദേഹം അതിന് കുഴപ്പമില്ല. അവിടെ എന്ത് പറയാം നിങ്ങൾക്ക്? അദ്ദേഹം എന്ത് പറയും നിങ്ങളോട്? കോയ് ബാത്ത് നഹി. ഓക്കെ. അപ്പോൾ നിങ്ങളെ ഒരാൾ ബുദ്ധിമുട്ടിച്ചോ എന്നൊരു സംശയം വന്ന സമയത്ത് അദ്ദേഹം നിങ്ങളോട് റിയലി സോറിയൊക്കെ പറയുമ്പോൾ അതിന് യു ആർ വെൽക്കം എന്നൊന്നും പറഞ്ഞിട്ട് ഒന്നും പറയണം, മറിച്ച് എന്താ പറയേണ്ടത്? സോറി സാർ എന്ന്. അപ്പോൾ അതിന് പകരം കോയ് ബാത്ത് നഹി എന്ന് പറയാം. ഓക്കെ ആണോ? ഇനി മൂന്നാമത്തെ ഒരു ഘടകം, മൂന്നാമത്തെ ഒന്നെന്താണ്? താങ്ക് യുവിന് മറുപടിയും അത് പറയാം. ഒരാൾ താങ്ക് യു പറഞ്ഞു നിങ്ങളോട്, താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച് എന്നൊക്കെ പറഞ്ഞു. അതായത് നിങ്ങൾ അങ്ങേയറ്റത്തെ അഭിനന്ദിക്കുകയാണ്. അത്രയൊന്നും പറയേണ്ടതില്ല, സാരല്ല, ഒക്കെ നോർമൽ എന്ന് പറയാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് പറയാം? ഓക്കെ എന്ന് പറയുന്ന സ്ഥാനത്ത് കോയ് ബാത്ത് നഹി. ഓക്കെ. അപ്പോൾ നമ്മളിന്ന് കോയ് ബാത്ത് നഹി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം എന്താണ്? അത് കുഴപ്പമില്ല, അത് സാരല്ല, അത്രയൊന്നും പറയേണ്ടതില്ല എന്നൊക്കെയുള്ള വ്യത്യസ്തമായ മീനിങ്ങുകളാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് വീണ്ടും പറയാം, കോയ് ബാത്ത് നഹി. ഈ ബാത്ത് എന്ന സാധനം വർത്താനം എന്നുള്ളതിനൊക്കെ പല സ്ഥലത്ത് ഉപയോഗിക്കും. ബഡി ബാത്ത്, ചോട്ടി ബാത്ത് എന്നൊക്കെ നമ്മൾ നേരത്തെ പറയാൻ പഠിച്ചിരുന്നു. ബഡി ബാത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര വർത്താനാണ്. ചോട്ടി ബാത്ത് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമാണ്. ഇതൊന്നും ചെറിയ കാര്യമല്ല. ചോട്ടി ബാത്ത് നഹി. അവിടെ ചോട്ടാ ബാത്ത് എന്ന് പറയാറില്ല എന്ന് നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. ചോട്ടാ ബാത്ത് എന്ന് പറയില്ല, ചോട്ടി ബാത്ത് എന്നാണ്. ആപ്സെ തോടി ബാത്ത് കർണാ ഹെ. കാരണം അതൊരു ഫെമിനൻ വേർഡ് ആയതുകൊണ്ട് അങ്ങനെയാണ്. അതായത് ഒരു സ്ത്രീലിംഗ വാക്കായതുകൊണ്ടാണ് ആപ്സെ തോടി ബാത്ത് കർണാ ഹെ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മൾ പ്രധാന സബ്ജക്റ്റ് കോയ് ബാത്ത് നഹി, അത് സാരല്ല, അത് കുഴപ്പമില്ല എന്നാണ്. ഓക്കെ.